ഹായ്, എല്ലാവർക്കും എൻ്റെ ബോഡീസ് ചാനലിലേക്ക് സ്വാഗതം. ഇനി ഞാൻ പറയാം, ഒരു സത്യമുള്ളൊരു കാര്യം പറയുകയാണ്. എന്താണെന്ന് വെച്ചാൽ, മനുഷ്യന്മാർ ഏതെല്ലാം വിധത്തിലെ സ്വഭാവത്തിൽ ജനങ്ങളാണ് ചിന്തിക്കുമ്പോൾ വളരെ മനുഷ്യത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാർക്ക് തമ്മിലില്ല. എന്ന് വെച്ചാൽ, എന്നാൽ ഒരാൾ കഷ്ടപ്പെടുന്ന സമയത്തോ അവരെ മാനസികമായും തകർക്കാനല്ല നോക്കുന്നത്. ഇന്നത്തെ കാലം ഓരോരുത്തർ പിന്നെ നമ്മളെ ഹിന്ദു മതത്തിൽ നിന്ന് ക്രിസ്ത്യാനിയിലേക്ക് പോകും, ക്രിസ്ത്യാനി മതത്തിലേക്ക് മുസ്ലിം, ജാതി ഏതായാലും കുഴപ്പമില്ല. എന്നുവെച്ചാൽ നമ്മളെ നാരായണ ഗുരുസ്വാമി പറഞ്ഞ പോലെ ജാതി ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാണ്. അപ്പം മനുഷ്യൻ നന്നാവുന്നില്ല, മറ്റുള്ളവരെ നന്നാകാനും വിടൂല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുറേ ഹിന്ദു മതത്തിൽ നിന്ന് കുറച്ച് ആൾക്കാർ ക്രിസ്ത്യാനി മതത്തിൽ പോകും. അവർ തട്ടിയും മുട്ടിയും പാട്ടും പാടി അവർ ഇങ്ങനെ പോകുന്നത് നല്ലതാണ്. അത് ഓരോരുത്തർ ഇഷ്ടമാണ്. അവർ ഏത് മതം സ്വീകരിക്കണോ, ഏത് മതം ഇതാക്കണം, അവരെങ്ങനെ ജീവിക്കണം, എല്ലാവരും ഇഷ്ടമാണ്. അതുപോലെ തന്നെ നിങ്ങളെ ഇഷ്ടം പോലെ തന്നെ മറ്റുള്ളവർക്കും കുറേ ഇഷ്ടങ്ങളുണ്ട്. ആ മറ്റുള്ള ഇഷ്ടം നിങ്ങൾ കെടുത്താൻ പാടില്ല. മറ്റുള്ള ഇഷ്ടത്തിന് അവർക്ക് അവരെ ജീവിതം ജീവിക്കാനുള്ള അർഹതയും ഇഷ്ടം എല്ലാ ഇഷ്ടമുണ്ട്. അതേപോലെ തന്നെ നിങ്ങളെ ഇഷ്ടം, നിങ്ങൾ ഏത് മതത്തിൽ പോയാലും ഏത് ഇതായിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നമില്ല, അത് നിങ്ങളെ ഇഷ്ടമാണ്. പക്ഷേ ഈ ക്രിസ്ത്യാനി മതത്തിൽ പോകുന്ന മാതാവ് എന്ന് പറഞ്ഞാൽ കരുണയുള്ളതാണ്. കരുണാമയ എന്നുള്ളൊരു മാതാവ് കരുണയുള്ളതാണ്. ആ മാതാവിനെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളെ മനസ്സും ശരീരവും ഒരുപോലെ നന്മയുണ്ടായിരിക്കണം. നമ്മളെ മനസ്സിൽ മറ്റുള്ള ആൾ നശിച്ചു പോട്ടെ, മറ്റുള്ള ആളെ ജീവിതം ഇതായി പോട്ടെ, തൊലഞ്ഞു പോട്ടെ, അവൻ അവളെ അങ്ങ് ഒഴിവാക്കട്ടെ, അവൻ ഇതാവട്ടെ, അങ്ങനെ അത് ചിന്തിക്കാൻ പാടില്ല. അവരെ മനസ്സിൽ മാതാവിനെ പൂജിക്കേണ്ട, അവരെ മനസ്സിൽ കരുണയുണ്ടാകണം. ദൈവമേ, എന്നെപ്പോലെ എൻ്റെ അയൽവക്കക്കാരനെ സ്നേഹിക്കണമെന്ന്. അതാണ് അത്. നമ്മളവർക്ക് നല്ല രീതിയിൽ അവർക്ക് വേണ്ടി നന്മ ചെയ്യുക, പ്രാർത്ഥിക്കുക. അല്ലാണ്ട് അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് ദൈവമേ എനിക്ക് കുറേ സ്വത്ത് തരണേ, എനിക്ക് സുഖമായി ജീവിക്കണേ, എനിക്ക് അവരിൽ നിന്ന് അവളെ ഒഴിവാക്കണോ, അവളിൽ നിന്ന് മറ്റോനെ ഒഴിവാക്കണോ, ഇതല്ല പറയേണ്ടത്. ഒരുപാട് കാര്യം മാതാവ് യേശു എന്ന് പറയുന്ന മാതാവ് എന്ന് പറയുന്നത് അതൊരു സത്യം തന്നെയാണ്. അവരെ പൂജിക്കുന്ന സമയത്ത് അവരെ നന്മ വേണം, മനസ്സിൽ നന്മ വേണം. അല്ലാണ്ട് എന്നും മറ്റുള്ളവർക്ക് പല രീതിയിലും അവിടെ ഇവിടെയും വെച്ച് പാര വെക്കാനോ, അവിടെ ഇവിടെയും വെച്ച് കുത്തി ഇതാക്കാനോ, അല്ലെ അവരെ ജീവിതം നശിപ്പിച്ചു കൊട്ടെ അവരെ വരുമാനം മുട്ടിക്കാനും, അവരെ പട്ടിണി കിടന്ന് അവരെ കൊല്ലാനും അല്ല ശ്രമിക്കേണ്ടത്. നിങ്ങൾ ശ്രമിക്കണം. മാതാവിനെ നിങ്ങൾ പൂജിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഏതൊരായിക്കട്ടെ, ഞാനൊരു ഹിന്ദു മതത്തിന് ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ അവരെ ജാതിയിലെ ക്രിസ്ത്യാനി മതത്തിലെ ആയാലും മുസ്ലിം മതത്തിൽ വിളിച്ചിട്ടുണ്ട്. നീ നമ്മളെ മതത്തിൽ പോരി, നിങ്ങൾക്ക് ജീവിക്കാനുള്ള മാർഗം തരാം, നമ്മളെ വീട് വെച്ച് തരാം, അങ്ങനെ ചെയ്തു തരാം, ഇങ്ങനെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. സഹായിച്ചിട്ടുമുണ്ട്, ബുദ്ധിമുട്ടിൽ മക്കളെ സഹായിച്ചിട്ടുമുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെതായ ഇഷ്ടമുണ്ട്. ഞാൻ ഹിന്ദു മതത്തിൽ എനിക്ക് ഹിന്ദു മതത്തിൽ ജീവിക്കുന്നതന്നെ എനിക്കിഷ്ടം. എന്ന് വെച്ചാൽ നമുക്ക് നമ്മളതായ കുറച്ച് ആചാരങ്ങളുണ്ട്, അതെനിക്ക് വലിയ ഇഷ്ടമാണ്. നമ്മളതായ സന്ധ്യ വിളക്ക് എത്തിക്കാൽ, നമ്മൾ അമ്പലത്തിൽ സെറ്റ് സാരി ഇട്ട് അമ്പലത്തിൽ പോകൽ, കുറി തൊടുന്നത്, ഓണം വന്നാൽ അത് ആഘോഷിക്കൽ, അങ്ങനെ നമ്മളതായ ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം ഞാൻ എത്ര കഷ്ടപ്പെട്ട് ജീവിച്ചിട്ടും ഞാൻ എൻ്റെ ആ ആചാരം ഞാൻ മുടക്കിയിട്ടില്ല. പൈസക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടോ ഞാൻ പോയിട്ടില്ല. അതിന്നും അങ്ങനെ തന്നെ. പക്ഷേങ്കിൽ നിങ്ങളെ ഇതിൽ വേണ്ടി നിങ്ങളെന്തിനോ ഇതാക്കിക്കൊന്നും നമുക്കത് പ്രശ്നമേ അല്ല. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതം തകർക്കാൻ നിങ്ങൾ ശ്രമിക്കാൻ പാടില്ല. നിങ്ങൾ നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങൾ ചെയ്തോ, നിങ്ങൾ ഇതാക്കിക്കോ, നമുക്ക് ഒരു ഇതുമില്ല. പക്ഷേ ഇത്ര കാലം ഇല്ലാത്ത ആ സൗഹൃദവും സ്നേഹവും സ്വത്തിനും പൈസക്കും വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ജീവിതം തുറക്കാൻ പാടില്ല. സ്വത്തും പൈസയൊന്നും ശാശ്വതമല്ല. ഇന്ന് കണ്ണ് പൂട്ടി തുറക്കുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മനസ്സിൽ വെച്ച ആൾക്കാർക്ക് എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ല. അത് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളെന്താ ചിന്തിക്കണ്ട, ഈ ജീവിതം ആർക്കും ശാശ്വതമല്ല. നാളെ എനിക്കെന്താവും, നിങ്ങൾക്കെന്താവും, അത് നിങ്ങൾക്കും അറിയില്ല, എനിക്കും അറിയില്ല. അതുകൊണ്ട് ഉള്ള സമയം, നമുക്ക് പ്രായമായി പോകുന്നതിന് ഉള്ള സമയത്ത് ആ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മാതാവോടായാലും യേശു ആയാലും നമ്മളെ ഹിന്ദു മതത്തിലെ ദൈവത്തോടായാലും അള്ളാഹിനോടായാലും ദൈവത്തിനോടായാലും നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവമേ, അസുഖമൊന്നും ഇല്ലാണ്ട്, രോഗമില്ലാണ്ട്, മറ്റുള്ളവർക്ക് ബാധ്യതയോ ഒന്നുമില്ലാണ്ട്, മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടില്ലാണ്ട് ദൈവം അങ്ങ് വിളിക്കണം. ഒന്നിലും ഇതാക്കല്ലേ.
നമ്മളെ രോഗിയാക്കി മാറ്റല്ല. എനിക്ക് ദീർഘായുസ്സും ആരോഗ്യം തരണേന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. അല്ലാണ്ട് എങ്ങനെ മറ്റില്ലാളെ നശിപ്പിക്കുക, എങ്ങനെ മറ്റില്ലാക്ക് പാര വെക്കുക, എങ്ങനെ ഇത് ചിന്തിക്കുക. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, നിങ്ങൾ യാത്ര ചെയ്യുന്നു, ഞാൻ യാത്ര ചെയ്യും, നമുക്ക് പോകുന്ന വഴിക്ക് നമുക്ക് എന്താ സംഭവിക്കുകയെന്നറിയാം. എല്ലാം ദൈവത്തിൻ്റെ കൈമലാണ്. ഞാൻ ദൈവമേ എന്നുള്ള വിശ്വസിച്ച് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം നിനക്കൊരു നല്ലൊരു ജീവിതം തന്നത്. ആ ജീവിതം ദൈവം തന്നൊരു ജീവിതം. അത് മനുഷ്യന്മാർ വിചാരിച്ചാൽ ആർക്കും തട്ടിയെടുക്കാനോ ആർക്കും ഇത് കഴിയൂല. ദൈവം വിചാരിക്കണം. ദൈവത്തിന് മുമ്പിൽ നിങ്ങളല്ല ഞാനല്ല ആര് വിചാരിച്ച ഒന്നും കഴിയൂല. അതുകൊണ്ട് നിങ്ങൾ ഈ മാതാവിനെ പൂജിക്കേണ്ട മാതാവിനോട് നല്ല മനസ്സോടെ പൂജിക്കുക. ഈ മനസ്സിൻ്റെ അകത്ത് 100 കുശുമ്പും ദുഷ്ടതയും വെച്ചിട്ട് നിങ്ങൾ പൂജിക്കല്ല. മനസ്സിലായിന്? ഭക്തി നിങ്ങളെ സ്വാർത്ഥതയ്ക്ക് നിങ്ങൾ ഇതാക്കുന്ന അവരെ മനസ്സിൽ അവിടെ പ്രാർത്ഥിക്കുന്നൊക്കെ അറിയില്ലല്ലോ നിങ്ങളെ മനസ്സിൽ എന്തെന്നാ ചിന്താന്ന്. അതുകൊണ്ട് പറയാം, അത് മേലാൽ നമ്മളെ കാര്യത്തിൽ ഇടപെടാൻ വരാൻ പാടില്ല. അത് എനിക്ക് നിങ്ങളോട് യാതൊരു ഇതുമില്ല. ഞാൻ നിങ്ങളെ ഒരു നല്ലതിനും വന്നില്ല, വടക്കിനും വന്നില്ല, ഒന്നിനും വന്നിട്ടില്ല. പക്ഷേ നമ്മളെ ജീവിതത്തിൽ ഇടപെട്ടാൽ ഇനി നമുക്ക് ഇടപെടേണ്ടി വരും, ഇനി പ്രതികരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളെ നല്ലതിനും നമ്മൾ വരുന്നില്ല, നമ്മളെ നല്ലതിനും വടക്കിനും നിങ്ങൾ വരണ്ട. അതുമാണ് ഞാൻ പറയുന്നത്. എനിക്ക് നിങ്ങളോടൊരു വിരോധമില്ല, ആരോടും വരിക. പക്ഷേ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എൻ്റെ ഭർത്താവ് എനിക്ക് പാവാന്ന്, എൻ്റെ ഭർത്താവിൻ്റെ മാനസിക വിഷമം കാണുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. എനിക്ക് വിഷമമുണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ പല വിഷമങ്ങളും കാണുമ്പോൾ അവർക്ക് ഒരു നേരം ഭക്ഷണം കൊടുക്കാൻ നമ്മൾ ഭക്ഷണം കൊടുക്കണം. അവർക്ക് സമയത്തിന് ഭക്ഷണം, ബ്ലഡ് പ്രഷറുള്ള മനുഷ്യന് ആ സമയത്തിന് ഭക്ഷണം കൊടുക്കണം. ഒന്നുമില്ല, ഒരു നേരം എങ്ങും കഴിക്കണം. ആ വഴി നമ്മളെ അന്നം മുടക്കുന്ന വഴി നിങ്ങൾ മുട്ടിക്കുന്നില്ലേ, അതിന് നിങ്ങൾക്ക് ദൈവശിക്ഷ തരുന്നത് അത് നിങ്ങൾ കണ്ടറിഞ്ഞു. അതുകൊണ്ട് ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് പറയാൻ ഞാൻ നമ്മൾ ആർക്കും ഇന്ന് വരെ ഒരു തെറ്റ് ചെയ്യാതെ, നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ മറ്റില്ലാക്ക് അന്നം കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങൾക്ക് ആരോഗ്യവും നല്ല ഇതും തരണം, ബുദ്ധിയും തരണേ, കഴിവും തരണേ. ഇത്രയായിട്ടും നിങ്ങളെ ബുദ്ധി അപാരം തന്നെ. നിങ്ങൾ ചെയ്തു കൂട്ടുന്നതൊന്നും നമ്മൾ വിഡ്ഢികളൊന്നുമല്ല. നമുക്കെല്ലാ അറിവും വിവരവും ഉണ്ട്, നമുക്കെല്ലാം അറിയാം. നിങ്ങളെന്നാ ചെയ്യുന്നത്, ഏതാ ചെയ്യുന്നത്, ഇതിൻ്റെ എല്ലാം നമുക്കറിയുന്നുണ്ട്. അറിയാണ്ടൊന്നുമില്ല. പൊട്ടത്തിയോ കുരുടത്തിയോ ബുദ്ധിയില്ലാത്തവനൊന്നുമല്ല. പിന്നെ എൻ്റെ ഭർത്താവ് സാധുവായിട്ട് നിൽക്കുന്നെന്ന് വിചാരിച്ചിട്ട് ഒന്നും അറിയാത്തവനല്ല. നല്ല കഴിവും നല്ല ബുദ്ധിയും നല്ല പറയാനും ശേഷിയില്ലാത്തവനുമല്ല. നല്ല കഴിവുണ്ട്. പക്ഷേ ആരെ മേത്തിട്ടിട്ട് വേണ്ടാണ്ട് ആരെ ജീവിതത്തിൽ കടന്നു പോയിട്ട് ആരിക്കൊട്ട് പാര വെക്കുന്ന ആളല്ല. സാധാരണ ഒരു പച്ച പാവ മനുഷ്യനാണ്. അതുകൊണ്ട് അത് എൻ്റെ ഭർത്താവിന് ഇതാക്കി കഴിഞ്ഞാൽ ഭർത്താവ് പാവ ശേഷിയില്ലാത്തവനോ അങ്ങനെ ഇങ്ങനെയാണെന്ന് പറയാം നിങ്ങൾക്ക്. പക്ഷേ ഞാനങ്ങനെയല്ല. പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുക തന്നെ ചെയ്യും. മനസ്സിലായോ? അതിനുള്ള കഴിവ് എനിക്കുണ്ട്. നിങ്ങൾ സ്വാധീനം വെച്ചിട്ട്, നിങ്ങൾ ഓരോരുത്തർ ആൾക്കാരെ സ്വാധീനം വെച്ചിട്ടും പാർട്ടിക്കാരെ സ്വാധീനം വെച്ചിട്ടും പോലീസിൻ്റെ സ്വാധീനം വെച്ചിട്ട് നിങ്ങൾ കളിക്കുന്ന കളിയില്ലേ, ഇതെല്ലാം കാണാൻ മേലെ ഒരാളുണ്ട്. അയാളെടുത്ത് എല്ലാവരും ഒരുപോലെയാണ്. ഞാനും ഒരുപോലെയാണ്, നിങ്ങളും ഒരുപോലെയാണ്. അതുകൊണ്ട് ദയവേറ്റ് നന്മ ചെയ്ത് ജീവിക്കുക. മറ്റുള്ള ആൾ എങ്ങനെയെങ്കിലും സന്തോഷമായിട്ട് മുന്നോട്ട് ജീവിച്ച് പോട്ടെ എന്ന് ചിന്തിക്കുക കേട്ടോ. അത്രയേ എനിക്ക് പറയാനുള്ളൂ. ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആരോടും ഞാൻ പറയാം, നമ്മൾ ആർക്കും ഒരു തെറ്റ് ചെയ്തിട്ടില്ല. ഇത്ര ദിവസമായിട്ട് എങ്ങനെയാണ് ആ ജീവിതം കഴിഞ്ഞു പോകുന്നത് എനിക്കും എൻ്റെ ഭർത്താവിനെ അറിയും. നമ്മൾ എങ്ങനെയാണ് ജീവിതം കഴിഞ്ഞ് പോകുന്നതെന്ന്. അത് നമ്മൾ ഈശ്വരൻ്റെ ദൈവത്തിൻ്റെ നന്ദി. ദൈവം എന്ന് വെച്ചാൽ മുത്തപ്പൻ നമ്മളെ കൂടെയുണ്ട്. ആ മുത്തപ്പൻ പറഞ്ഞ് നിങ്ങളെ കൂടെ ഞാനുണ്ട്, വിഷമിക്കണ്ടാന്ന്. ആ ഒരു ധൈര്യം നമുക്ക്. ദൈവത്തിനെക്കാട്ടിയും വലിയ ആരുമില്ല. നിങ്ങൾ മനുഷ്യന്മാർ എന്ത് കളി കളിച്ചിട്ടും കാര്യമില്ല. ദൈവമാണ് വലുത്. അത് നിങ്ങൾ ഓർക്കണം.